നമസ്കാരം എല്ലാ മച്ചാന്മാർക്കും MoTechൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ടെലഗ്രാഫ് വെർഷൻ 2ൻ്റെ ബോട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ട് ബ്രോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് എങ്ങനെ സെറ്റാക്കാൻ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. എന്താണ് ഡൗട്ട് ഞങ്ങൾ സപ്പോർട്ട് ഗ്രൂപ്പിലാണ്. സപ്പോർട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോട്ടുണ്ടാക്കിയ ഞാനല്ല, ഈ ബോട്ടുണ്ടാക്കിയ ഫയാസ് നൗഷാദ് എന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ്റെ ഗിറ്റബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, പോയിട്ടൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിന് എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് റിപ്പോ എന്ന ലിങ്കുണ്ട്, ഡിപ്ലോയ് എന്ന ലിങ്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിപ്ലോയ് എന്ന ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിപ്ലോയ് എന്ന ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നേരെ ഹീറോക്കു വെബ്സൈറ്റിലേക്ക് എത്തും. ഹീറോക്കു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനായിട്ട് ആ വീഡിയോ ഒന്ന് പോയി ഒന്ന് കണ്ടേക്കാം. അപ്പോൾ അതിന് തന്നെ നിങ്ങളുടെ ആപ്പ് നെയിമാണ് ചോദിക്കുന്നത്. ആപ്പ് നെയിമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആപ്പ് നെയിം കൊടുക്കാം. അത് എന്ത് വേണമെങ്കിൽ ആപ്പ് നെയിം കൊടുക്കാം. ബിഗ് ലെറ്ററിൽ കൊടുക്കാൻ പറ്റത്തില്ല, സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കണം. പിന്നെ ആരും കൊടുക്കാത്തൊരു പേരൻറ്റ് തന്നെ കൊടുക്കണം. അടുത്ത API പിന്നെ API ID ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരു ബോട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ആ ബോട്ട് എല്ലാവർക്കും വർക്കായിട്ടില്ല, വർക്കാത്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വർക്കാകാത്തതുകൊണ്ട് ഞാൻ വെബ്സൈറ്റിൽ പോയിട്ട് എങ്ങനെ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോത്തിൻ്റെ ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. API ID എങ്ങനെ എടുക്കാനായിട്ട് ആ വീഡിയോ ഒന്ന് പോയി കണ്ടേക്കാം. ഇത് വർക്കാകാത്തവർ മാത്രം, കൂടുതൽ പേർക്ക് ഇത് വർക്കാകുന്നുണ്ട്. എന്നിട്ട് ബോട്ടിൽ കയറി സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ ഇങ്ങൊന്ന് സെറ്റിങ്സിൽ പോയിട്ടൊന്ന് കോപ്പി എടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ ബോട്ടിൽ കൊണ്ടുപോയി സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ ഒരു കോഡ് ചോദിക്കും. കോഡ് ടെലഗ്രാമിൽ തന്നെ വന്നിട്ടുണ്ടാകുന്നതാണ് ഇതിൽ പറയുന്നുള്ളത്. അപ്പോൾ ടെലഗ്രാമിൽ തന്നെ വന്നിട്ടുണ്ടാകും. ടെലഗ്രാമിൻ്റെ ആ കോഡൊന്ന് കോപ്പി എടുക്കാം. ഈ കോഡ് കോപ്പി എടുത്തതിന് ശേഷം നേരെ ഹീറോക്കോൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹീറോക്കോലല്ല, മൈ ടെലഗ്രാം ഓർജ് ബോട്ട് വന്നിട്ട് എൻ്റെ API കാണാൻ സാധിക്കും. API ഒന്ന് കോപ്പി എടുക്കാം. കോപ്പി എടുത്ത ശേഷം നേരെ ഹീറോക്കോൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ API ID ആണ് ചോദിക്കുന്നത്, അതും ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ബോട്ട് നെയിമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്കിവിടെ ബോട്ട് നെയിം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് വരുത്തണ്ട, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബോട്ട് നെയിം കൊടുക്കുക. ഇത് ആവശ്യമൊന്നുമില്ല ഈ ബോട്ട് നെയിം, അത് കൊടുക്കണം. കൊടുത്താൽ മാത്രം വർക്കാവത്തുള്ളൂ, എല്ലാം വർക്കാവത്തില്ല. അതിൻ്റെ ഓണർ ID ഉണ്ട്. ഓണർ IDൻ്റെ അടുത്ത് നിങ്ങളുടെ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടിൻ്റെ ഓണർ IDൻ്റെ ബോട്ടിൻ്റെ. ആ ബോട്ടിലൊക്കെ ഒരു സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം /ID അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഞങ്ങളുടെ അപ്ഡേറ്റ് ചാനൽ ജോയിൻ ആകുമ്പോൾ ഞങ്ങളുടെ അപ്ഡേറ്റ് ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തതിന് ശേഷം എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ ID കിട്ടും. ID കോപ്പി എടുത്ത ശേഷം നേരെ ഹീറോക്കൂലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ബോട്ട് ടോക്കൺ ചോദിക്കുന്നത്. ബോട്ട് ഫാദറിലെ ലിങ്കിനകത്ത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ട് ഫാദറിലൊക്കെ ഒരു പുതിയ ബോട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ബോട്ടിൻ്റെ അബൌട്ട് സെക്ഷന്, പ്രൊഫൈല്, ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ആക്കണമെന്നിട്ട് ആഗ്രഹമുണ്ട്, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ടെങ്കിൽ അത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ടേക്കാം. പിന്നെ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ബോട്ട് ക്രിയേറ്റ് ആക്കിയ ശേഷം ബോട്ടിൻ്റെ ടോക്കൺ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി എടുത്തതിന് ശേഷം നേരെ ഹീറോക്കൂലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഡാറ്റാബേസ് URL ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ പോയിട്ട് ഒന്ന് കണ്ടേക്കാം. എന്നിട്ട് സൈഡ് കാണുന്ന ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഈ ഫോൾഡറിലേക്കിടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ ഒരു പ്രൊജക്റ്റിനൊരു പേര് കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുന്നുണ്ട്. ഡോൺലി എല്ലാം കൊടുക്കുകയാണ്. ഡോൺലി 2 വോൾട്ട് കൊടുത്ത് എൻ്റെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ഡാറ്റാബേസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫുള്ളിനെ സെറ്റായിട്ട് എടുക്കണം. എന്നിട്ടാകുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു ഗ്രീൻ കളർ ബട്ടണിൽ ബിൽഡ് എ ഡാറ്റാബേസ്. ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീയിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലൊക്കെ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഇട്ടാണ് അത് അടിക്കുന്നത് ക്രിയേറ്റ് ഫ്രീ ആയിട്ട്. അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് ക്ലസ്റ്റർ ആയിട്ട്. അതിവിടെ എൻ്റെ ഈ ചിഹ്നം കാണുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതല്ല ഏറ്റവും അവസാനം കാണാൻ സാധിക്കും ക്രിയേറ്റ് ക്ലസ്റ്റർ ആയിട്ട്. എന്നിട്ട് ഇതുവരെയും കാണാൻ സാധിക്കും. നെറ്റ്വർക്ക് ആക്സസിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് ആഡ് IP അഡ്രസ്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട്
ചോയ്സ് പിന്നെ കാണിച്ചു തരാം. അലോ ആക്സസ് ഫ്രം എനിവെയറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം എന്ന് അടിച്ചു കൊടുക്കാം. എൻ്റെ ഡാറ്റാ ബേസിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതാവുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ കണക്ട് ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ശേഷം എന്നിട്ട് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്നുണ്ട്. യൂസർ നെയിം തന്നെ പാസ്വേഡായിട്ട് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. രണ്ടിടത്ത് 1 കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു, പിന്നെ ചോയ്സ് കണക്ഷൻ മെത്തേഡ് കൊടുത്തു, കണക്ട് യുവർ ആപ്ലിക്കേഷൻ കൊടുത്തു, ഡ്രൈവർ പൈത്തൺ കൊടുക്കണം. നമ്മൾ പൈത്തണാണ് ബോട്ട്, വെർഷൻ 3.12 കൊടുത്തു, ലേറ്റസ്റ്റ് വെർഷൻ കൊടുത്തു. അത് കോപ്പി എടുക്കും. കോപ്പി എടുത്തതിന് ശേഷം നേരെ ഹീറോക്കിലേക്ക് വരാം. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ ആൾ തെറ്റിക്കുന്ന ഒരേ ഒരു കാര്യമാണിത്. ഈ പാസ്വേഡ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് കൊടുക്കാം. അടുത്തതായിട്ട് അപ്ഡേറ്റ് ചാനലാണ് ചോദിക്കുന്നത്. അപ്ഡേറ്റ് ചാനലിനടുത്ത് നിങ്ങളുടെ ചാനലിൻ്റെ യൂസർ നെയിം, നിങ്ങളുടെ ഏത് ചാനലിലേക്കാണ് ആൾക്കാർ ജോയിൻ ആവേണ്ടത് ആ ചാനലിൻ്റെ യൂസർ നെയിം ഒന്ന് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ ചാനൽ എന്ന പേരുള്ള ചാനലിൻ്റെ യൂസർ നെയിം ഒന്ന് കോപ്പി എടുത്ത ശേഷം നേരെ ഈ റോക്കിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. https:// നിർബന്ധമായിട്ടും റിമൂവ് ചെയ്യണം. എന്നിട്ടായിട്ട് അവിടെ ഒരു അറ്റൊന്നും വേണ്ട, അറ്റൂറുണ്ടാകും റിമൂവ് ചെയ്യണം. എൻ്റെ ഡിപ്ലോയ് ആപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കിടെ എററായിട്ട് കാട്ടിക്കുന്നത് പേര് ഓൾറെഡി എടുത്തിട്ട് കാട്ടി. ഞാൻ ഈ പേര് ഓൾറെഡി എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്നിട്ട് ഇത് ഡിപ്ലോയ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഡിപ്ലോയ് ആയതിന് ശേഷം നിങ്ങളുടെ ചാനലിൽ പോയിട്ട് നിങ്ങളുടെ ബോട്ട് ഫാന്നല്ല, പിന്നെ നിങ്ങളുടെ ബോട്ടിൻ്റെ യൂസർ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തതിന് ശേഷം നേരെ ചാനലിൽ വന്നിട്ട് നിങ്ങളുടെ ചാനലിൽ ബോട്ടിനെ ഒന്ന് അഡ്മിൻ ആക്കാം. ചാനൽ അഡ്മിൻ ആക്കിയാൽ മാത്രം ബോട്ട് വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ബോട്ട് വർക്ക് ആവത്തേ ഇല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഇത് ഡിപ്ലോയ് ആയതിന് ശേഷം ബോട്ട് ഫാദറിൽ നിങ്ങളുടെ ബോട്ടിലേക്ക് ഏറ്റൊന്ന് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ ബോട്ടിയുടെ വർക്ക് ആവുന്നവിടെ കാണാൻ സാധിക്കും. ഹെൽപ്പ് കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്താൽ വർക്ക് ആവുന്നുണ്ട്. സ്റ്റാറ്റസ് കൊടുത്താൽ ബോട്ടിൻ്റെ എത്ര ആൾ യൂസ് ചെയ്യുന്നുണ്ട് കാണാൻ സാധിക്കും. ആ ബോട്ടൊക്കെ വർക്കാവും അടിപൊളിയായിട്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഇതിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ URL ഇവിടെ എനിക്കിവിടെ കാണാൻ സാധിക്കും. URL ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്കിനി അടുത്ത ബ്രോഡ്കാസ്റ്റ് എങ്ങനെ വർക്കാന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കി അടിച്ചാൽ ലിങ്ക് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. ഷെയർ ലിങ്കും വർക്കാവുന്നുണ്ട്, എല്ലാം വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബ്രോഡ്കാസ്റ്റ് എങ്ങനെ വർക്കാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു മെസ്സേജ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹായ് കൊടുത്തു. എന്നിട്ട് അതിന് റിപ്ലൈ ആയിട്ട് ബ്രോഡ്കാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ അവിടെ കാണാൻ സാധിക്കും ഹായ്. ഇപ്പോൾ ഈ ബോട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്ത്, അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു യൂസർ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാവർക്കും പ്രൊഫൈലിൻ്റെ എത്ര ആൾ ഈ ബോട്ട് ഡിലീറ്റ് ആക്കി നോക്കിയിട്ട് അതോടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ അടുത്ത നല്ല വീഡിയോ വരുന്നുണ്ട്. ബൈ.